ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. വളരെ പ്രത്യാശ തരുന്നതും നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ വലിയ ഉദ്ദേശം മനസ്സിലാക്കുന്നതുമായ വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുള്ളതായ ബന്ധത്തിൽ ഈ ഭൂമിയിലുള്ളതായ സൃഷ്ടികൾക്ക് എപ്രകാരമാണ് മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളതായ വിഷയമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളതായ ഒരു കാര്യം, ദൈവത്തിന്റെ സൃഷ്ടിയുടെ ദൈവത്തിന്റെ ആ മാസ്റ്റർ പ്ലാൻ എന്താണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ആഴമായിട്ട് ഗ്രഹിക്കാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ അതിന്റെ പൂർണ്ണത എന്ത് എന്ന് നാം മനസ്സിലാക്കിയാൽ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ വലിയ ഭാഗ്യാവസ്ഥ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. ആദമിനെ കർത്താവ് സൃഷ്ടിച്ചത് കൊണ്ട് അവിടെ അവസാനിച്ചില്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാനിലേക്ക്, ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ സൃഷ്ടി മനുഷ്യനെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാനും അവരെ ദൈവത്തെ പോലെ ആക്കുവാനുമാണ് ദൈവത്തിന്റെ ആഗ്രഹം വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാദൃശ്യപ്രകാരവും രൂപപ്രകാരവും ദൈവം ആദമിനെ സൃഷ്ടിച്ചു. പക്ഷേ ആ സാദൃശ്യവും രൂപവും മാത്രമായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതായ കാര്യം. ദൈവം എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ചെയ്യുവാനുള്ളതായ കഴിവുണ്ടാകേണ്ടതിന്, ആ ഒരു ലെവലിലേക്ക് ഉയർത്തേണ്ടതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാനത് കൂടെ പറയാറുണ്ട്. എന്നാൽ ഏതും തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയത് ഒരു പ്രത്യേക ഒരു പ്രൊഫഷണറി പീരീഡ് പോലെയാണ് ഏതും തോട്ടത്തിലാക്കിയത്. ആ ഏതും തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോ ദൈവം ആഗ്രഹിച്ചൊരു കാര്യം, അവന്റെ ജീവിതത്തിന്റെ പ്രാഥമിക ലെവലിലാണ്. ആ പ്രാഥമിക ലെവലിൽ നിന്ന് അവനെ തന്നെ ഉയർത്തിയെടുത്ത് ദൈവത്തെ പോലെ ചിന്തിക്കുവാനും ദൈവത്തെ പോലെ പ്രവർത്തിക്കുവാനും ദൈവത്തിന് തുല്യതയുള്ളവനുമാക്കി തീർക്കേണ്ടതിന് ഒരു പീരീഡ്, ഒരു സ്പാൻ ഓഫ് ലൈഫ് അവൻ നൽകിയത്. പക്ഷേ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ആദം പാപം ചെയ്യുവാനായിട്ടിടയായിത്തീർന്നത്. ഈ വേദപുസ്തക ചരിത്രത്തെ നമ്മൾ ശരിയായി വിചിന്തനം ചെയ്താൽ 3 കാലങ്ങളായിട്ട് അതിനെ തിരിക്കുവാനായിട്ട് കഴിയും. അതിന്റെ മിഡിൽ ഭാഗമാണ് ആഡമിക് ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഡമിക് വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ആഡമിക് ഏജ് വേൾഡ് മിഡിലായി നിൽക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റും സൈഡും നമ്മൾ ചിന്തിക്കണം. ആഡമിക് വേൾഡിന് മുമ്പുണ്ടായിരുന്നതായ ഒരു ലോകമുണ്ട്. അതിനെ പ്രീ ആഡമിക് വേൾഡ് എന്നാണ് പറയുന്നത്. ആഡമിക് വേൾഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ ആദമിന്റെ കാലത്ത് ഉണ്ടായിരുന്ന വേൾഡ് എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. ആ ഏദൻ തോട്ടം കഴിഞ്ഞപ്പോ ആദം ആ ഏദൻ തോട്ടത്തിന് ശേഷം ശപിക്കപ്പെട്ടതായ നിലയിലേക്ക് ഭൂമി മാറുവാനായിട്ടിടയായി. അത് പോസ്റ്റ് ആഡമിക് വേൾഡാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പോസ്റ്റ് ആഡമിക് വേൾഡിലാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പോസ്റ്റ് ആഡമിക് വേൾഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം അത് ശാപത്തിന് അധീനമാണ്. മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് സംഭവിച്ചു, ഭൂമി ശപിക്കപ്പെട്ടു. ഭൂമി ശപിക്കപ്പെട്ടപ്പോ ഭൂമിയിലുള്ളതായ സകല സൃഷ്ടികളും ആ ശാപത്തിന് കീഴിലേക്ക് കടന്നു വരുവാനായിട്ടിടയായിരുന്നു. മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. എന്താ സംഭവിച്ചത്? ആ ആദമിക് വേൾഡിൽ ഉണ്ടായിരുന്നതായ ദൈവത്തിന്റെ ആ സൃഷ്ടിയുടെ ഏറ്റവും ഉന്നതിയിൽ നിന്നതായ സൃഷ്ടിയായിരുന്നല്ലോ മനുഷ്യൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന്റെ തേജസ് അവനെ ഉടുപ്പിക്കുവാനായിട്ടിടയായി.
അപ്പൊ ദൈവത്തിന്റെ തേജസ്സായിരുന്നു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന എല്ലാ ജീവികളും മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. ആ ദൈവത്തിന്റെ തേജസ്സിനാൽ എന്ത് ചെയ്തിരുന്നു? ഏദൻ തോട്ടം അല്ലെങ്കിൽ ആദമിക് വേൾഡ് നിറഞ്ഞിരുന്നു. ആ ആദമിക് വേൾഡിൽ ഉണ്ടായിരുന്നതെല്ലാം, ആ സൃഷ്ടികളെല്ലാം, ജന്തുലോകമായാലും സസ്യലോകമായാലും ഏതായാലും അത് ആദമിക് വേൾഡ് ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിലാണ്. ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിലായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ സ്വഭാവം എല്ലാ ജീവികളിലേക്കും എല്ലാ സൃഷ്ടികളിലേക്കും വ്യാപിപ്പാനായിട്ടിടയായി. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പലതുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഒന്ന്, ദൈവം ഒരിക്കലും ദ്രവത്വമുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാണ്. ദൈവത്തിന് എന്തില്ല? ക്ഷയം സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് എല്ലാ സൃഷ്ടികളും, ആദമിക് വേൾഡിലുണ്ടായിരുന്നതായ എല്ലാ സൃഷ്ടികളും ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദ്രവത്വമില്ലാതെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ്, കരുണയുള്ളവനാണ്, മനസ്സലിയുള്ളവനാണ്. ഈ കരുണയും സ്നേഹവും ഒക്കെ എല്ലാ സൃഷ്ടികളിലും വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജന്തുക്കൾക്ക് തമ്മിൽ എന്തില്ല? ശത്രുതയില്ല. ജന്തുക്കൾക്ക് തമ്മിൽ സ്പർദ്ധയില്ല. ഒന്നിന് മറ്റൊന്നിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനോ അധികാരം കാണിക്കുവാനോ ഉള്ളതായ ആഗ്രഹം അതിനകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നതായ ആദമിക് വേൾഡിൽ ഉണ്ടായിരുന്നതായ സകല ജന്തുക്കളും എന്തായിരുന്നു? സസ്യഭുക്കുകളായിരുന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ബലം കുറഞ്ഞത് ബലം കൂടിയത് ബലം കുറഞ്ഞതിനെ ആക്രമിക്കുവാനോ ബലം കുറഞ്ഞത് ബലമുള്ളതിനെ ഭയപ്പെടുവാനോ യാതൊരു സാധ്യതയുമില്ലാത്തതായ രീതിയിൽ ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും കൊണ്ട് നിറഞ്ഞിരുന്നതായ ഒരു വേൾഡായിരുന്നു ഏത്? ആദമിക് വേൾഡ് അല്ലെങ്കിൽ ഏദൻ തോട്ടം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോ, മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? മനുഷ്യനെ ഉടുപ്പിച്ചിരുന്നതായ ദൈവത്തിന്റെ തേജസ് അവനെ വിട്ടുപോയി. ദൈവത്തിന്റെ തേജസ് വിട്ടുപോയപ്പോ നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ ചിന്തയിലേക്ക് വന്നത് ഇതാണ്: മനുഷ്യൻ തന്നിലേക്ക് നോക്കിയപ്പോ ദൈവത്തിന്റെ ഉടുപ്പിച്ചിരുന്ന തേജസിന്റെ വസ്ത്രം നീങ്ങിപ്പോയത് കൊണ്ട് അവൻ നഗ്നനെന്ന് കണ്ടു. ശരിയാണ്. പക്ഷെ അത് അവിടെ അവസാനിച്ചില്ല. അത് ഒരു കോൺസിക്വൻസ് മാത്രമാണ്. അതിന്റെ ഏറ്റവും ഗുരുതരമായ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അതല്ല. മനുഷ്യന്റെ ഉടുപ്പിച്ചിരുന്നതായ തേജസ് മാറിയപ്പോ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നതായ ദൈവ തേജസ്സെ മാറി. ദൈവ തേജസ് മാറിയതായ സ്ഥാനത്ത് മനുഷ്യൻ സാത്താന്റെ ആ അധീനതയിൽ വന്നു കഴിഞ്ഞപ്പോ സാത്താനിൽ നിന്ന് വ്യാപരിക്കുന്നതായ ഇരുട്ട് അവിടെ വ്യാപരിച്ചു. ഇരുട്ടെന്ന് പറയുമ്പോ അക്ഷരീകമായ ഇരുട്ടല്ല, അത് ആത്മീകമായ ഇരുട്ട്. ആ പാപത്തിന്റെ രശ്മികൾ അല്ലെങ്കിൽ പാപത്തിന്റെ ഘനത്വം എവിടെ വ്യാപിച്ചു? ഏദൻ തോട്ടത്തിൽ വ്യാപിപ്പാനായിട്ടിടയായി. അപ്പോ ആദമിന്റെ വസ്ത്രമായിരുന്ന അല്ലെങ്കിൽ ആദമിനെ ഉടുപ്പിച്ചിരുന്ന ഈ തേജസിന്റെ വസ്ത്രം നീങ്ങിക്കഴിഞ്ഞപ്പോ ആ തേജസിന്റെ ബലത്തിലാണ് അല്ലെങ്കിൽ തേജസിന്റെ പശ്ചാത്തലത്തിലാണ് ദൈവത്തിന്റെ സ്വഭാവം ജന്തുക്കളിൽ വ്യാപരിച്ചിരുന്നത്. കരുണ വ്യാപരിച്ചിരുന്നത്, സ്നേഹം വ്യാപരിച്ചിരുന്നത്, പരസ്പര ധാരണ വ്യാപരിച്ചിരുന്നത്, ശത്രുത്വമില്ലായ്മ വ്യാപരിച്ചിരുന്നത് ഒക്കെ ഈ ദൈവ തേജസിന്റെ ഫലമായിട്ടായിരുന്നു. ദൈവ തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ് അവിടെ ഭീതി, അന്ധകാരം വന്നു കഴിഞ്ഞപ്പോ ആ മൃഗങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ വിധത്തിൽ അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞപ്പോ, സ്പിരിച്വൽ ഡാർക്ക്നെസ് വ്യാപിച്ചു കഴിഞ്ഞപ്പോ ഭയം ഓരോന്നിനെയും ഗ്രസിപ്പാനായിട്ടിടയായി. ഭയം ഗ്രസിച്ചു കഴിഞ്ഞപ്പോ ബലം കുറഞ്ഞു എന്ന് തോന്നുന്നവ ബലം കൂടിയതിനെ ഭയപ്പെടുവാനിടയായി. തങ്ങളെ ഭയപ്പെടുന്നു എന്ന് ബലമുള്ളതായ ജന്തുക്കൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ബലം കുറഞ്ഞതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് ആരംഭിച്ചു. ആ ആധിപത്യം സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ പ്രൈസ് ദി ലോർഡ് ശരീരത്തിന്റെ, ഈ ജന്തുക്കളുടെ ശരീരത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു, അതിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്നു. ജന്തുക്കളുടെ ഘടനയ്ക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോ അതുവരെ
സസ്യം മാത്രം കഴിച്ചിരുന്നതായ മൃഗങ്ങളുടെ ശക്തരായ മൃഗങ്ങളുടെ സ്വഭാവം മാറുവാനായിട്ടിടയായി. അതിൽ കുറെ എണ്ണം എന്ത് ചെയ്തു? മാംസഭുക്കുകളായി മാറ്റപ്പെട്ട് വിടുവാനായിട്ടിടയായി. അപ്പോ ജന്തുക്കളിൽ ആ ഹിംസ്ര അല്ലെങ്കിൽ മൃഗവ്യാപാരം, മൃഗ സ്വഭാവം ഉടലെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ആ ദൈവ തേജസ് നഷ്ടപ്പെട്ടതായ അവസ്ഥയിൽ ദൈവത്തിന്റെ തേജസ് ഏദനിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോ ഭൂമി മുഴുവനും സാത്താന്റെ അധീനതയിലായി. എന്തുകൊണ്ട് സാത്താന്റെ അധീനതയിലായി? ഭൂമിയെ വാഴുവാനായിട്ടാണ് മനുഷ്യൻ അധികാരം നൽകി ഏദൻ തോട്ടത്തിൽ ദൈവമാക്കിയത്. അപ്പൊ ഭൂമിയുടെ അധികാരി ആരായിരുന്നു? ഭൂമിയുടെ പൂർണ്ണമായ വാഴ്ച, പൂർണ്ണമായ അധികാരം മനുഷ്യനായിരുന്നു. പക്ഷെ ഈ മനുഷ്യനെ ആര് കീഴ്പ്പെടുത്തി? ഈ മനുഷ്യനെ സാത്താൻ കീഴ്പ്പെടുത്തിയപ്പോ മനുഷ്യന്റെ ഡൊമിനിയൻ അല്ലെങ്കിൽ മനുഷ്യന്റെ സാമ്രാജ്യം ആരുടെ കയ്യിലകപ്പെട്ടു? മനുഷ്യന്റെ സാമ്രാജ്യം മുഴുവനും സാത്താന്റെ കീഴിലകപ്പെട്ടു. അങ്ങനെയാണ് ഭൂമി, ലോകം സാത്താന്റെ കീഴിൽ അമരുവാനായിട്ടിടയായിട്ട് തീർന്നത്. ഇത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഭൂമി സാത്താൻ തന്നെ പറയുകയാണ്, ഇത് സകലതും എങ്കലേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് അവൻ തന്നെ പറയുവാനായിട്ടിടയായി. ആരോട് പറഞ്ഞു? സൃഷ്ടിതാവായ കർത്താവിനോടാ പറഞ്ഞത്. കർത്താവിനോട് വ്യാജം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഉടനെ അത് വ്യാജമാണെന്ന് പറഞ്ഞ് ശാസിച്ചു കളയും. പക്ഷേ കർത്താവിന്റെ അടുക്കൽ സാത്താനത് പറഞ്ഞപ്പോ കർത്താവ് അതിന് ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല. ഇത് സകലതും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ അത് നിനക്ക് തരുമെന്ന് സാത്താൻ കർത്താവിനോട് പറഞ്ഞപ്പോ, സാത്താൻ നീ പറയുന്നത് ഫോഷ്കാണ്, ഇത് നിന്റേതല്ല, ഇത് ദൈവത്തിൻ്റെതാണ് എന്ന്, അല്ലെങ്കിൽ എന്റെ പിതാവിൻ്റെതാണ് എന്ന് കർത്താവ് തിരിച്ചു പറഞ്ഞില്ല. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സാത്താന്റെ മേൽ ജയം കൊള്ളുകയായിരുന്നു. അപ്പോ സാത്താൻ ആ ഭൂമിയും അതിലുള്ളതായ സകലത്തെയും അതിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോ സാത്താന്റെ സ്വഭാവം എല്ലാ മൃഗങ്ങളിലേക്കും വ്യാപിപ്പാനായിട്ടിടയായി. എല്ലാ മൃഗങ്ങളിലേക്കും സാത്താന്റെ ആ വ്യാപാരം ഉണ്ടാകുവാനിടയായി. പ്രൈസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു റോമാലേഖനത്തിൽ. ഹല്ലേലൂയ. അതെന്ത് ചെയ്യുകയാണ്? മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വായിപ്പാനായിട്ടിടയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. 20-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ളതായ ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടികൾക്കെല്ലാം അറിയാം ദ്രവത്വത്തിന്റെ ദാസ്യത്തിന്റെ കീഴിലാണ് ഞങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. ദ്രവത്വം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ, ഞങ്ങൾ നിലനിൽക്കുന്നതായ ആ സമയം കഴിയുമ്പോൾ ഞങ്ങൾ മരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ദ്രവിച്ചു പോകും. ദ്രവത്വം ഞങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യം എല്ലാ ജീവജാലങ്ങൾക്കും അറിയാം. സസ്യങ്ങൾക്കറിയാം, അത് മനുഷ്യനറിയാം, കാട്ടിലെ മൃഗങ്ങൾക്കറിയാം, വയലിലെ മൃഗങ്ങൾക്കറിയാം, എല്ലാ ജന്തുക്കൾക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മേൽ ഒരു യജമാനത്വമുണ്ട്. ആ യജമാനത്വം എന്താണ്? ആ ദ്രവത്വം എന്ന് പറയുന്നത് ആ യജമാനൻ ഞങ്ങളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ ദ്രവത്വം ഞങ്ങളിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു സമയത്ത് ഞങ്ങൾ പൂർണ്ണമായും ദ്രവിച്ചു പോകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമുക്കും അറിയാമത്. പ്രൈസ് ദി ലോർഡ്. ആരോഗ്യമായിരിക്കുന്നതായ ഒരു മനുഷ്യൻ, അവന് അന്തരാത്മാവിൽ അവന് അറിയാം കുറച്ച് കഴിയുമ്പോ ആരോഗ്യം നഷ്ടപ്പെടും, കുറച്ച് കഴിയുമ്പോ എനിക്ക് ക്ഷീണം വരും, കുറച്ച് കഴിയുമ്പോ വാർദ്ധക്യ നിരകൾ എന്നെ ബാധിക്കും, കുറച്ച് കഴിയുമ്പോ മരണം എന്നെയും ഗ്രസിക്കുമെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷേ ആ ബോധത്തോടെ അല്ല നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് വരുന്നതായ തോൽവി. നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മരണം സംഭവിക്കും, നമുക്ക് ദ്രവത്വം സംഭവിക്കുമെന്നറിയാമെങ്കിലും ദ്രവത്വം സംഭവിക്കുകയില്ല എന്നുള്ളതായ ചിന്തയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പരസ്പരം വെട്ടിക്കൊല്ലുവാനും പരസ്പരം ആക്രമിക്കുവാനും പരസ്പരം ദ്വേഷിക്കുവാനും പരസ്പരം കുറ്റം പറയുവാനും ഒക്കെ
മനുഷ്യൻ ശ്രദ്ധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് മനുഷ്യന് അല്ലെങ്കിൽ ജന്തുക്കൾക്ക് അറിയാമെങ്കിലും ഇതിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് രക്ഷ പ്രാപിക്കണമെന്ന് അതിന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതൊരു വൃഥാ പ്രയത്നമാണ്, ഒരു മായയാണ്. കാരണം പ്രൈസ് ദി ലോർഡ് നിറഞ്ഞു കഴിയുമ്പോ ഒരു സിംഹം വിചാരിക്കുകയാണ്, ഇനി എനിക്ക് മാനിന്റെ പുറകെ ഓടാൻ വയ്യ, ഞാൻ അതിനെ ഇനി കൊല്ലുകയില്ല, കഷ്ടം, അതിന്റെ നിലവിളിയും കണ്ണുനീരും കേൾക്കാൻ വയ്യ, അതൊരു വലിയ കഷ്ടമാണ് എന്ന് വയറു നിറയുമ്പം ഒരുപക്ഷെ അത് ചിന്തിക്കും. പക്ഷേ ചില മണിക്കൂറുകൾ കഴിയുമ്പോ അത് വീണ്ടും വിശപ്പ് വരും. വിശപ്പ് വരുമ്പോ എന്താ സംഭവിക്കുക? പ്രൈസ് ദി ലോർഡ്. അതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇനിയും ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു മാനിനെ ആക്രമിക്കുകയില്ല എന്ന് വിചാരിക്കുന്നതായ സിംഹത്തിന്റെ മുമ്പിൽ അവർ വിശന്നു കഴിഞ്ഞാൽ മാൻ വന്നില്ലെങ്കിലും ആ മാനിനെ തേടി അത് ഇറങ്ങുവാനായിട്ടിടയാകും. ദൂരെ ഒരു മാനിനെ കാണുമ്പോ അതിനെ എങ്ങനെ പിടിക്കാമെന്നുള്ളതായ പദ്ധതി അത് രൂപീകരിക്കും. പിന്നെ അത് നമ്മൾ കാണുന്നത് മാനിന്റെ പുറകെ പായുന്നതായ സിംഹത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. വേണ്ട എന്ന് വിചാരിച്ചാലും ചെയ്യുവാൻ നിർബന്ധിതമാകുന്നതായ ആ അവസ്ഥയാണ് ഇവിടെ മായ എന്ന് പറയുന്നതായ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനും മായയാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനിയായ ഒരു മനുഷ്യനോട് ചോദിച്ചു നോക്കിക്കേ, മദ്യം കഴിച്ചിട്ട് വരുമ്പോ അവൻ തലയെ തൊട്ട് സത്യം ചെയ്യും, ഇനി മേലാ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ കുടിക്കത്തില്ല. പക്ഷേ ആ സമയമാകുമ്പോ അവന്റെ കാൽ എങ്ങോട്ടേ പോകത്തുള്ളൂ? അടുത്തുള്ള മദ്യഷാപ്പിലേക്ക് പോയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ബീഡി വലിക്കുന്നവനായാലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവനായാലും ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരല്ല, അല്ലെങ്കിൽ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അടിമയായി പോയി, മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ജന്തുക്കളും എങ്ങനെയാണ്? ഹല്ലേലൂയ. വയലിൽ അടികൊള്ളുന്നതായ പോത്തും, പ്രൈസ് ദി ലോർഡ്, വണ്ടി വലിക്കുന്നതായ കാളയും, കെട്ടപ്പെട്ടിരിക്കുന്നതായ വളർത്തുമൃഗങ്ങളും ഒക്കെ ഈ മായയ്ക്ക് ഇങ്ങനെ കീഴ്പ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചതായി ഒരുവനുണ്ട്. അവന്റെ കൽപ്പനയ്ക്ക് അവൻ കീഴ്പ്പെട്ടിരിക്കുകയാ. അതാരാണ് അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചതെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതെല്ലാം ഇങ്ങനെ കാത്തിരിക്കുക. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതെല്ലാം കാത്തിരിക്കുക. എന്താ കാത്തിരിക്കുന്നത്? ഒരിക്കൽ ദൈവത്തിന്റെ തേജസ് ഞങ്ങളെ നല്ല നിലത്ത് നടത്തി, നല്ല സ്വഭാവമുള്ളവരായി, നല്ല രീതിയിൽ എല്ലാവരും സൗഹൃദമായി പാർക്കത്തക്ക വിധത്തിൽ, ആരെയും ഭയപ്പെടാതെ സമാധാനമായി പാർക്കത്തക്കതായ വിധത്തിൽ സൃഷ്ടിതാവ് ഞങ്ങളെ സൃഷ്ടിച്ചതാണ്. ആ ദിനം ഒരിക്കൽ കടന്നു വരും. ആ ദിനം ഒരിക്കൽ കടന്നു വരും. ആ ദിനം കടന്നു വരണമെങ്കിൽ നഷ്ടപ്പെട്ടതായ തേജസ് വീണ്ടും ഞങ്ങൾ കാണണം. മനുഷ്യന് മാത്രമേ തേജസ് കൊടുത്തിരുന്നുള്ളൂ, ഒരു മൃഗങ്ങൾക്കും കൊടുത്തിരുന്നില്ല. വലിയ മൃഗങ്ങളായാലും കുഞ്ഞു മൃഗങ്ങളായാലും ഒരു മൃഗത്തിനും ദൈവത്തിന്റെ തേജസ് കൊടുത്തിരുന്നില്ല. മനുഷ്യന് മാത്രമേ തേജസ് കൊടുത്തിരുന്നുള്ളൂ. അപ്പോ ആ മനുഷ്യന് മാത്രമായി കൊടുത്തതായ തേജസ് മനുഷ്യൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോ, ഹല്ലേലൂയ, ആ തേജസിന്റെ കീഴിൽ ഉണ്ടായിരുന്നതായ മൃഗങ്ങളുടെ സ്വഭാവം മാറി. ഇപ്പൊ ഈ എല്ലാ സൃഷ്ടിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, മനുഷ്യൻ തേജസ്സോടുകൂടെ കടന്നു വരണം. അങ്ങനെ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുന്നതായ മനുഷ്യന്റെ ആ തേജസ്സിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുകയാണ് ഈ ഭൂമിയിലുള്ളതായ സകല സൃഷ്ടികളുമെന്നാണ് ആര് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത് 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, ഫോർ ദ ഏർണസ്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ക്രിയേച്ചർ വെയിറ്റഡ് ഫോർ ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗോഡ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാ. എന്തിനാണ്? ഈ മായയിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാൻ, ഈ ഭയത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാൻ, ഈ ദ്രവത്വത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാൻ, ഈ മരണത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാൻ ദൈവപുത്രന്മാരുടെ തേജസ്, അവരുടെ പ്രത്യക്ഷതയ്ക്ക് മാത്രമേ, അവരുടെ വെളിപ്പാടിന് മാത്രമേ കഴിയുകയുള്ളൂ. അവർ ഒരു നാൾ വെളിപ്പെടും. ആ വെളിപ്പാടിന് വേണ്ടി അവർ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഈ സൃഷ്ടിയെല്ലാം കാത്തിരിക്കുകയാണ്.
അവിടെയാണ് നമ്മുടെ പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു 5 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ തേജസ്സിന്റെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ തേജസ്സിന്റെ ആ ശ്രേഷ്ഠതയിലേക്ക് വരുന്നത്. പൂർണ്ണത എന്ന് ഞാൻ പറയുന്നില്ല, തേജസ്സിന്റെ ശ്രേഷ്ഠതയിലേക്ക് വരുന്നത് 5 പടികളിൽ നിന്നാണ്. അതിൽ പ്രാഥമിക പടിയിലാണ് ഇപ്പോൾ നാം. നമ്മുടെ രൂപാന്തരത്തിന് ശേഷം പടിപടിയായി 4 ഘട്ടങ്ങളും കൂടി ഉണ്ട് തേജസ്കരണത്തിന്. ആ 4ാമത്തെ തേജസ്കരണം കഴിയുമ്പോ കർത്താവിനോടുകൂടെ വാഴുവാൻ പ്രാപ്തരായി കർത്താവിനെ പോലെ തേജസ്സുള്ളവരായി നാം തീരുമ്പോഴാണ് കർത്താവിനോടൊപ്പം ഹല്ലേലൂയ മഹത്വ പ്രത്യക്ഷതയിൽ നാമും ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമിയിലേക്ക് വരുമ്പോ പ്രൈസ് ദി ലോർഡ് കോടാനുകോടിയായ ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ രൂപാന്തരപ്പെട്ട് ഇവിടെ എടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനം തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് ആ തേജസ്സിന്റെ പൂർണ്ണതയിൽ ഭൂമിയിലേക്ക് വരുമ്പോ ഭൂമിയിൽ കാത്തുകാത്തിരിക്കുന്നതായ ഈ സൃഷ്ടികളുടെ മേൽ ദൈവത്തിന്റെ തേജസ് വ്യാപരിപ്പാനിടയാകും. കർത്താവ് തന്റെ സിംഹാസനം യെരുശലേമിൽ വെച്ച് കർത്താവ് ഭരിക്കുവാനായി തുടങ്ങുമ്പോൾ പ്രൈസ് ദി ലോർഡ് കർത്താവിനോട് കൂടെ വാഴുന്നതായ നമ്മിൽ നിന്നും തേജസ്സിന്റെ പൂർണ്ണതയിൽ പ്രകാശിക്കുന്നതായ കർത്താവിങ്കിൽ നിന്നും തേജസ് ഈ ഭൂമി മുഴുവനും വ്യാപരിപ്പാനിടയാകും. ഈ ഭൂമിയിലുള്ളതായ സകല സൃഷ്ടികളും ഈ തേജസ്സിന്റെ കീഴിലേക്ക് വരും. ഈ സകല സൃഷ്ടികളും തേജസ്സിലേക്ക് വരുമ്പോ അവരറിയാതെ അവരെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നതായ മായയിൽ നിന്ന്, അവരെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നതായ ദ്രവത്വത്തിൽ നിന്ന് ആ തേജസ്സിന്റെ പ്രത്യക്ഷത നിമിത്തം അത് മൊത്തം അവരിൽ നിന്ന് മാറുവാനിടയാകും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഭൂമി മുഴുവനും കർത്താവ് സിംഹാസനം വെച്ച് യെരുശലേമിൽ സിംഹാസനം വെച്ച് ഭൂമി കർത്താവിനാൽ ഭരിക്കപ്പെടുമ്പോ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചതായ ദൈവമക്കളാകുന്നതായ നാം കർത്താവിനോട് കൂടെ വാഴുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയായാലും ആഫ്രിക്കയായാലും ഇന്ത്യയായാലും പാകിസ്ഥാനായാലും എല്ലാ ഭൂഖണ്ഡത്തിലും ദൈവജനം വാഴ്ചയുള്ളവരായി അധികാരികളായി നിയമിക്കപ്പെടും. ആ ദൈവജനത്തിൽ നിന്ന് വരുന്നതായ ഈ തേജസ് സകല സൃഷ്ടികളുടെ മേലും ഈവൻ അന്ന് ഭൂമിയിലുള്ളതായ മനുഷ്യന്റെ മേലും ഈ തേജസ് വ്യാപരിപ്പാനിടയാകും. തേജസ് വ്യാപരിച്ചു കഴിയുമ്പോ അന്ന് ഏതൻ തോട്ടത്തിലുണ്ടായിരുന്ന ആദമിക്ക് മേലിലുണ്ടായിരുന്നതായ ആ സ്വഭാവത്തിന്റെ അനുരൂപരായി എല്ലാ ജന്തുക്കളും മാറും. അവിടെ എന്തില്ലായിരുന്നു? അവിടെ പരസ്പര ശത്രുതയില്ലായിരുന്നു, അവിടെ പരസ്പര സ്പർദ്ധയില്ലായിരുന്നു, അവിടെ പരസ്പരം കൊല്ലുന്നില്ല, അവിടെ പരസ്പരം പേടിയോ ഹല്ലേലൂയ യജമാന ഭാവമോ മേധാവിത്യ ഭാവമോ അവിടെ ഇല്ല. എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളതായ ആ നിലയിലേക്ക് ഭൂമിയിലുള്ളതായ സകല സൃഷ്ടികളും ആ ഒരു രീതിയിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചാണ് സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. പ്രവാചകനായ യെശയ്യാവ് എഴുതിയിരിക്കുന്നു, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ദൈവത്തിന്റെ സമാധാനത്താൽ അന്ന് നിറയും. സിംഹവും കടുവയും പുലിയും ആനയും കാളയും പശുവും ആടും ഇതെല്ലാം എന്തേ തിന്നത്തുള്ളൂ? പുല്ലു മാത്രമേ തിന്നത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സിംഹത്തിന്റെ മുമ്പിൽ കൂടെ ഒരു മാൻ ഓടിപ്പോയാൽ സിംഹം മാനെ നോക്കുക പോലുമില്ല, വന്ന് ഒന്നിച്ച് കളിച്ച് തുള്ളി അതങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. അതിനെ കൊല്ലണമെന്നോ അതിനെ തിന്നണമെന്നോ ഉള്ളതായ ഒരു ചിന്തയും ആർക്ക് വരികയില്ല? സിംഹത്തിന് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു അടലിയെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കരിമൂർക്കനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആലവെമ്പാലയെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു ഭയവും തോന്നത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ പാമ്പിന് നമ്മെ അടുത്തുള്ളതായ ഒന്നിനെ ഭയക്കേണ്ടതായ കാര്യമില്ലാത്തത് കൊണ്ട് അത് ആരെയും ആക്രമിക്കുവാൻ പോകുകയുമില്ല, അതിന്റെ വിഷമൊട്ട് ഫലിക്കുകയുമില്ല.
അതിന് വിഷമില്ലാത്തതായ സമാധാനകരമായ ഒരു ജന്തുവായിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടും. കുത്തി നോവിക്കുന്നതായ ഒരു മുള്ളും ഒരു പറക്കാരെയും ഈ ഭൂമിയിൽ വളരുകയേയില്ല. എല്ലാ മുള്ളും പറക്കാരെയും മാറും. കാല വേദനിപ്പിക്കുന്നതായ കൂർത്തുമൂർത്ത കല്ലുകളൊന്നും അന്ന് കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഭൂമി മുഴുവനും സമാധാനത്താൽ നിറയും. ഹല്ലേലൂയ. സൃഷ്ടി, ആ സൗരയുധം ഉൾപ്പെടെയുള്ളതായ സൃഷ്ടി നേരിട്ട് സൃഷ്ടിതാവിനെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്, ഭൂമിയിലെ സിംഹാസനത്തിൽ ആ സൃഷ്ടിതാവിനെ കാണുമ്പോ ആ സൃഷ്ടിതാവിന്റെ ഹിതമറിഞ്ഞ് സൃഷ്ടിതാവിന്റെ ഭരണതലമായ ഭൂമിയെ എത്രത്തോളം അഭിവൃദ്ധിപ്പെടുത്തുവാനായിട്ട് പറ്റുമോ ഓരോ സൃഷ്ടിയും അങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോ സൂര്യൻ എന്ത് ചെയ്യും? സ്വയം അതിന്റെ ഡിസ്റ്റൻസ് അത് ക്രമീകരിക്കും, അതിന്റെ താപം അത് ക്രമീകരിക്കും. എന്നിട്ട് അതിൽ നിന്ന് മാക്സിമം പ്രകാശം വമിക്കും. പ്രൈസ് ദി ലോർഡ്. എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഷ ഞാൻ പറയാം. അന്ന് ചന്ദ്രന് ഇന്നത്തെ സൂര്യന്റെ പ്രകാശമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ സൂര്യന് ഇന്നത്തെ സൂര്യന്റെ പ്രകാശത്തിന്റെ 7 മടങ്ങായിരിക്കും. പ്രകാശത്തിന്റെ 7 മടങ്ങ്. നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശം എങ്ങനെയുണ്ട്? അതിന്റെ 7 ടൈംസ് അത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര പ്രകാശമാണ്. ആ പ്രകാശം കൊണ്ട് ഭൂമി നിറയുവാനായിട്ടിടയാകും. അങ്ങനെ സൂര്യന്റെ പ്രകാശം കൂടുന്നത് കൊണ്ട് സസ്യങ്ങളുടെ ഉൽപാദന ക്ഷമത വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. സസ്യങ്ങളുടെ അതിന്റെ മുന്തിരിക്കുലയിൽ മുന്തിരിങ്ങ കായ്ക്കുന്നതിന്റെ കണക്കൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരു മുന്തിരിങ്ങ തണ്ടിൽ തന്നെ 100 കണക്കിന് മുന്തിരിക്കൊലകൾ കാണും. ആ മുന്തിരിക്കൊലകളിൽ ഓരോ കുലയിലും 100 കണക്കിന് മുന്തിരിങ്ങ കാണും. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് ഒരു മുന്തിരിങ്ങ എടുത്ത് പിഴിഞ്ഞാൽ 1 കുടം മുന്തിരിച്ചാറ് കിട്ടും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഇത് സാങ്കല്പികമല്ല, ഇതൊരിക്കൽ സംഭവിച്ചതായ കാര്യം. എവിടെ സംഭവിച്ചു? ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോ മോശ അവരെ എന്ത് ചെയ്തു? കനാൻ ദേശം ഒറ്റുനോക്കാൻ അയച്ചു. അവര് 40 ദിവസം ഒറ്റുനോക്കിയിട്ട് അവിടെ നിന്ന് വിളയുന്നതായ കാർഷിക വിളകൾ കൊണ്ടുവന്നു. അതിൽ ഒരു മുന്തിരിങ്ങ എസ്കാലോൻ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിയുടെ കൊല കൊണ്ടുവന്ന കാര്യം എഴുതിയിട്ടുണ്ട്. ആ ഒരു മുന്തിരിക്കൊല 2 പേർ തണ്ടിൽ വെച്ച് കെട്ടി 2 പേർ ചുമന്നാണ് ഒരു മുന്തിരിക്കൊല കൊണ്ടുവന്നതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ. ഭൂമിയിൽ അന്നത്തെ കനാൻ ദേശത്ത് അങ്ങനെയായിരുന്നു എങ്കിൽ സൃഷ്ടിതാവ് ഭരിക്കുന്നതായ ഈ ഭൂമിയിൽ നിന്ന് ഉരുത്തിരിയുന്നതായ കാർഷിക വിളകളുടെ സമ്പന്നതയുടെ ആധിക്യം എന്ത് എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പശുവിനെ കറന്നാലും തീരാത്ത രീതിയിൽ പാല് വന്നുകൊണ്ടിരിക്കും. കറന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് മുഴുവനും കുടിച്ചാലും തീരാത്ത രീതിയിലുള്ളതായ പാലായിരിക്കും ഒരാടിൽ നിന്ന് കിട്ടുക. പ്രൈസ് ദി ലോർഡ്. അപ്പോ പാലും തേനും കൊണ്ട് ഭൂമി മുഴുവനും അക്ഷരാർത്ഥത്തിൽ നിറയുന്നതായ ഒരനുഭവത്തിലായിരിക്കും എപ്പോ നമ്മുടെ സൃഷ്ടിതാവായ കർത്താവ് സിംഹാസനം യെരുശലേമിൽ വെച്ച് ഈ ഭൂമി ഭരിക്കുന്നതായ മില്ലീനിയം അഥവാ സഹസ്രാബ്ദ വാഴ്ചയിൽ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവിപ്പാനിരിക്കുന്നതായ കാര്യം. ഇതിനൊക്കെ കാരണം എന്താണ്? ദൈവപുത്രന്മാരുടെ തേജസ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വചനപ്രകാരം ജീവിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന അത് അനുസരിപ്പാനായിട്ട് ഏൽപ്പിച്ചാൽ, ഒന്നും തിരസ്കരിക്കാതെ, ദൈവത്തിന്റെ വചനമൊന്നും ഉപേക്ഷയായി വിചാരിക്കാതെ, കാന്തനു ചേരുന്നതായ കാന്തയായി അതേ യോഗ്യതയുള്ളവരായി ജീവിപ്പാൻ നാം പരിശ്രമിച്ചാൽ നാം ആ സ്ഥാനത്തേക്ക് ഉയരും. എല്ലാവരുമല്ല, ശ്രദ്ധിക്കണമേ, എല്ലാവരുമല്ല. 10,000 അതിസുന്ദരനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് കാന്തനായ കർത്താവ്.
ആ കാന്തന് അനുയോജ്യമായ ക്വാളിഫൈഡ് ആയിരിക്കണം കാന്ത. എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തന്നെത്താൻ സൂക്ഷിക്കുവാൻ പ്രൈസ് കഴിയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതുപോലെ നാമും കർത്താവിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരായി ജീവിച്ചാൽ മാത്രമേ ആ കാന്തയുടെ അനുഭവത്തിലേക്ക്, ആ തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് ഉയരുകയുള്ളൂ. നമുക്ക് ഈ കാലഘട്ടത്തിൽ തന്നിരിക്കുന്ന രക്ഷയുടെ പദ്ധതി അത് മാത്രമേ ഉള്ളൂ. ഏത്? കാന്തയായി തീരുക എന്നുള്ളതായ ആ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. അത് 10,000-ങ്ങളിൽ അതിസുന്ദരൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ, പ്രൈസ് ദി ലോർഡ്, ആ ഒരു ഊനവുമില്ലാത്തതായ കാന്തനോട് ചേർന്ന് നിൽക്കുവാൻ നാം വചനപ്രകാരം സൂക്ഷിക്കുകയും ദൈവിക വിശുദ്ധിയിൽ നമ്മെ തന്നെ പാലിക്കുവാൻ നാം ആയിരിക്കുന്നതായ മണ്ഡലത്തിൽ വിശുദ്ധിയുടെ ദൈവം ആഗ്രഹിക്കുന്നതായ ലെവലിൽ നാം ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നിലയിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ നിലയിലല്ല എങ്കിൽ ശ്രദ്ധിക്കണം, വളരെ പരിതാപകരമായ കാര്യം ഞാൻ പറയാം. കാഹളനാദം കേൾക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകും. പാടിയത് കൊണ്ടും പ്രാർത്ഥിച്ചത് കൊണ്ടും ചെലവാക്കിയത് കൊണ്ടും ചെലവായത് കൊണ്ടും പ്രസംഗിച്ചത് കൊണ്ടും പഠിപ്പിച്ചത് കൊണ്ടും ഒന്നും ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. അരുമനാഥന്റെ ശബ്ദം കേൾക്കുവാൻ സമയമായി. അതുകൊണ്ട് അതിനുവേണ്ടി നാം വളരെ ജാഗരൂകരായിരിക്കണമെന്ന് ഓർപ്പിക്കുവാനാണ് ഈ ബൈബിൾ ക്ലാസ്സിൽ ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമായ കർത്താവ് അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, നാം അതിനുവേണ്ടി ഒരുക്കത്തോടെ ആയിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. ഇത്രയും ഭാഗങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഓർപ്പിക്കുവാനായിട്ടിടയായിട്ട് തീർന്നത് പകുതി വെച്ച കഴിഞ്ഞ ദിവസം നിർത്തിയത് കൊണ്ടാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഭൂമിയിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാൻ സമയം കിട്ടിയില്ല. അത് ഈ ആഴ്ച പറയാമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. ആ മഹത്വ പ്രത്യക്ഷതയിൽ നമ്മുടെ പ്രാധാന്യം എന്ത് എന്ന് നാം മുഖാന്തരം ഈ ഭൂമിയിലുള്ളതായ സകല സൃഷ്ടികൾക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതായ കാര്യം വിവരിപ്പാനായിട്ട് ഞാൻ സമയമെടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഇതേക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കർത്താവിന്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് തന്റെ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഇതാണ് മഹത്വ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്നതായ കാര്യം. കർത്താവിന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ളതായ ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഈ താഴ്വര ഹർമഗദോൻ താഴ്വരയാ, മെഗീദോ താഴ്വര എന്ന് ഇന്ന് വിളിക്കുന്നതായ താഴ്വരയാണ്. യെരുശലേം യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഈ താഴ്വര അതിൻ്റെതായ വലിപ്പത്തിൽ കാണുവാനായിട്ട് കഴിയും. കർത്താവ് കയറിയതായ മറുരൂപമലയിലേക്ക് നാം കയറുമ്പോൾ ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ വിശാലമായി കിടക്കുന്ന പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന വിശാലമായി കിടക്കുന്ന ഒരു വലിയ താഴ്വരയുണ്ട്. ആ താഴ്വരയ്ക്ക് മെഗീദോ താഴ്വര എന്നാണ് പറയുന്നത്. ആ താഴ്വരയിൽ പ്രൈസ് ദി ലോർഡ് ഇസ്രായേലിനെ നശിപ്പിക്കുവാനായി സകല ജനവും കൂടി വരുന്നതായ താഴ്വരയാണ്. മെഡിറ്ററേനിയൻ കടൽ യുദ്ധക്കപ്പലുകൾ കൊണ്ട് നിറയും. ഈ യുദ്ധം പ്രധാനമായി നടക്കുന്നത് മെഡിറ്ററേനിയൻ ഭാഗത്തായിരിക്കും. എതിർ ക്രിസ്തുവും അവരുടെ പടയാളികളും അവനെ ചുമന്നവൻ തന്നെ അവൻ വ്യാജനാണെന്നും തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഞാൻ വിവരിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഓർപ്പിച്ച് കടന്നു പോകുകയാണ് ചെയ്യുമ്പോൾ അവരെതിരെ തിരിയുകയും
അവന് വ്യാപരിക്കുന്നതായ സാത്താന്യ ശക്തി അവരോടെല്ലാം യുദ്ധം ചെയ്യുവാൻ അവരെ പ്രേരിതമാക്കുകയും ചെയ്യും. അപ്പോഴാണ് കർത്താവിന്റെ വരവ് ഉണ്ടാകുന്നത്. ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് കർത്താവ് ആദ്യം ചെയ്യുന്നതായ കാര്യം, ഒലിവുമലയിൽ തന്റെ കാൽ ചവിട്ടിയാൽ കർത്താവ് ആ വരുന്ന വഴിക്ക് തന്നെ അക്ഷരാർത്ഥത്തിൽ പ്രൈസ് ദി ലോർഡ് ഏദോമിലേക്ക് കടന്നു പോകും. ആ ഏദോമിലേക്ക് കടന്നു പോകുന്നതായ കാര്യം പ്രവാചകനായ യെശയ്യാവ് തന്റെ പ്രവചന പുസ്തകം 53-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് സംശയം കൂടാതെ വായിപ്പാനായിട്ട് കഴിയും. ആ വാക്യം ഇങ്ങനെയാണ്: ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാർ നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായി ഞാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ആ തേജസ്സിന്റെ സിംഹാസനം വെക്കുന്നതിന് മുമ്പ് ഇസ്രയേലിനെതിരായി നിൽക്കുന്നതായ രാഷ്ട്രങ്ങളോട് ചെയ്യുന്നതായ യുദ്ധത്തിന്റെ വിവരണമാണത്. അവരെ നയിക്കുന്നതായ രാജ്യമാണ് യേശാവിന്റെ ദേശമായ ഏദോം എന്ന് പറയുന്നത്. ഏദോമിലേക്ക് ചെന്ന് ഏദോമിനെ നശിപ്പിച്ച് അതേ രീതിയിൽ തിരിച്ചു വരുന്നതായ വരവാണ് പ്രവാചകനായ യെശയ്യാവ് വെളിപ്പാടിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത്. രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ. അവൻ ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ടതായ കർത്താവാണ്. വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാർ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം കർത്താവ് യെരുശലേമിലേക്ക് നാമുമായിട്ട് യെരുശലേമിലേക്ക് കടന്നു പോകുകയാണ്. കർത്താവ് തന്റെ തേജസ്സിന്റെ സിംഹാസനം വയ്ക്കും. അതിനു മുമ്പ് കർത്താവ് ചെയ്യുന്നത് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകൻ ഇവരെ രണ്ടുപേരെയും പിടിച്ച് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തീയും ഗന്ധകവും കത്തുന്നതായ തീപ്പൊയ്കയിലേക്ക് തള്ളും. പ്രൈസ് ദി ലോർഡ്. പിശാചും സാത്താനുമായ പഴയ പാമ്പിനെ ചങ്ങലയിട്ട് അവനെ 1000 വർഷത്തേക്ക് അഗാധ കൂപത്തിലിടും. അകത്ത് പ്രതീക്ഷതയിൽ തേജസ്സിന്റെ സിംഹാസനം വെച്ച് ഭൂമി ഭരിക്കുന്നതിന് മുമ്പ് കർത്താവ് ചെയ്യുന്നതായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യം അത് ഈ തീപ്പൊയ്കയിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ആരെ ഇട്ടുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. സാത്താനും അവന്റെ കൂട്ടാളികൾക്കും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതായ തീയും ഗന്ധവും കത്തുന്നതായ തീപ്പൊയ്കയിൽ ആദ്യം വീഴുന്നത് 2 പേരാണ്, കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും. അവരെ കർത്താവ് യുദ്ധം ചെയ്ത് അവരെ പിടിച്ച് ആ തീയും ഗന്ധവും കത്തുന്നതായ തീപ്പൊയ്കയിലേക്ക് ഇടുകയും അവരുടെ നേതാവായ സാത്താനെ ബന്ധനസ്ഥനാക്കുന്നതായ കാര്യം വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി അവൻ എന്ത് ചെയ്തു? സാത്താനെ പിടിച്ച് ചങ്ങലയിട്ട് അഗാധ കൂപത്തിലിട്ടു എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വായിപ്പാൻ കഴിയും. നാം ഭയങ്കരനാണ്, കിങ്കരനാണ്, അവനാണ് ഇവനാണെന്നൊക്കെ പറഞ്ഞ് നാം പെരുപ്പിച്ച് കാണിക്കുന്നതായ ഈ സാത്താനെ ഒരു ദൈവത്തിന്റെ ദൂതൻ നിസാരമായി ഒരു കൈയിൽ ചങ്ങലയും മറ്റേ കൈ കൊണ്ട് അവനെ പിടിച്ച് ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ കൊണ്ടിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിസാരമായി ബലമില്ലാത്തതായ ഒരു മനുഷ്യൻ പിടിച്ചുകൊണ്ട് ചങ്ങല ഇടുന്നത് പോലെയുള്ളതായ ലാഘവത്തോടു കൂടിയാണ് ഇന്ന് ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം വിചാരിക്കുന്നതായ സാത്താനെ ഒരു ദൂതൻ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ സാത്താന്റെ ബലം എത്രയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവജനം എന്ത് ചെയ്യേണ്ട എന്ന് പറയുന്നത്? പിശാചിനെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന് കാരണം അവന് ദൈവജനത്തെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അണ്ടിൽ ആൻഡ് അൺലെസ് ദൈവം പെർമിഷൻ കൊടുക്കാതെ, അല്ലെങ്കിൽ നാം അവന് കീഴ്പ്പെടാതെ. ഒന്നുകിൽ നാം അവന് കീഴ്പ്പെടുന്നു, ഇല്ലെങ്കിൽ ദൈവം പെർമിഷൻ കൊടുക്കണം. ദൈവം പെർമിഷൻ കൊടുക്കണമെങ്കിൽ നാം അത്രത്തോളം ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരണം. ദൈവത്തിന്റെ മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മക്കളായതുകൊണ്ട് നാം ഒരിക്കലും അഭിമാനപുളകിതരാകരുത്. പ്രൈസ് ദി ലോർഡ്. മക്കൾ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ മക്കൾ, ദൈവരാജ്യത്തിലുള്ള എല്ലാവരെയും ദൈവത്തിന്റെ മക്കളാണെന്ന് പറയാം. ന്യായവിധി വരുന്നതുവരെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്.
പക്ഷെ ദൈവത്തിന്റെ പ്രിയ മക്കളാകുമ്പോഴാണ് അവിടെ വ്യത്യാസം വരുന്നത്. ദൈവം നമ്മെ പ്രിയ മക്കളായിരിക്കാനും പ്രൈസ് ദി ലോർഡ് അത് അല്പം കൂടെ ഗ്രേഡ് കൂട്ടി അടുത്ത സ്റ്റേജിലേക്ക് കയറ്റുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് 3 സ്റ്റേജാണ്. ഒന്ന്, മക്കൾ എന്നുള്ളതായ പദവി. നമ്മളെല്ലാവരും ദൈവ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് നാം സന്തോഷിച്ചിരിക്കുകയാണ്. പോരാ കേട്ടോ, ദൈവമക്കളായ എന്ന് പറഞ്ഞത് കൊണ്ട് സന്തോഷപുളകിതരാകരുത്. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജിലേക്ക് വരണം. പ്രിയമക്കളാകണം. പ്രിയമക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണം? പൗലോസ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രിയമക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അനുകരിക്കുന്നവരാണ് പ്രിയമക്കൾ. അനുകരിക്കുക എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? അനുകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വഭാവം നമ്മിൽ രൂഢമൂലമാകണം. പ്രൈസ് ദി ലോർഡ്. നാം ഒരു ദിവസം നമ്മുടെ മൂഡ് പല പ്രാവശ്യം മാറാറുണ്ട്. നമ്മുടെ സ്വഭാവം ഭയങ്കര വേരിയേഷനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സംസാരത്തിന് ഒത്തിരി വേരിയേഷൻ ഉണ്ട്. നമ്മൾ മറ്റുള്ള ഇന്നലെ ഇടപെട്ടവരോട് തന്നെ ഇന്ന് ഇടപെടുന്നതായ രീതിക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നതായ പ്രിയപ്പെട്ടവരോട് ഇടപെടുന്ന ഇതിന് വ്യത്യാസമുണ്ട്. മാനുഷിക സകലമാണ്. പക്ഷേ പ്രിയമക്കളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ പ്രിയമക്കളുടെ സ്വഭാവം കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രിയമക്കൾ എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അനുകരിക്കുന്നവരാകണം. ആ പ്രിയമക്കൾ എന്നുള്ളതായ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നാം ഉയരണം. അടുത്ത സ്റ്റേജ് ഏതാണ്? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. പ്രിയ പുരുഷനൊന്നല്ല, ദാനിയേലിനെ വിളിച്ചത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ ഒരു ഗ്രേഡിലേക്ക് ഉയരാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഇന്ന് രാത്രിയിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണെന്നുള്ള കാര്യം നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓരോ ദിവസവും അത് നാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, പിശാചിനെ നമ്മൾ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. നാം പ്രിയ മക്കളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പിശാചിന് നമ്മെ ഒന്നും തൊടുവാൻ കഴിയുകയില്ല. ദൈവം അഥവാ നമ്മെ അവന് സമ്മതിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവിക പ്രൊട്ടക്ഷന്റെ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് വെളിയിൽ നിൽക്കുവാനേ അവന് കഴിയുകയുള്ളൂ. ആ ബൗണ്ടറിക്കകത്തേക്ക് കടക്കുവാൻ കഴിയുകയില്ല. ദൈവം പിശാചിനെ അനുവദിച്ചാൽ സ്തോത്രം, അവന്റെ എല്ലാ ചെയ്തികളെയും തടുക്കുവാൻ ആവശ്യമായ ദൈവകൃപ നാം അറിയാതെ നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കും. യോബ് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ സാത്താന്റെ ആ പരിശോധനയിൽ നിലനിൽക്കാൻ കാരണം? ദൈവമാണ് അവനെ ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോ അദൃശ്യമായ ദൈവത്തിന്റെ കൃപ യോബിന്റെ മേൽ വ്യാപരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കഷ്ടതയിൽ യോബ് തന്റെ കഷ്ടതയിൽ പ്രൈസ് ദി ലോർഡ് വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ. അവൻ തന്റെ ആത്മാവിൽ അവനെ ദർശിച്ചത് കൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കൽ ഞാൻ എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിയിൽ നിൽക്കുന്നത് ഞാൻ കാണും. എന്നിങ്ങനെ കാണും? ഹല്ലേലൂയ. അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ഇപ്പോൾ ഞാൻ അത് ആത്മാവിൽ ദർശിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരിക്കൽ ഞാൻ അവനെ നേരിൽ കാണുമെന്ന് യോബിന് പറയുവാൻ കഴിഞ്ഞത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ കൃപ അവൻ വ്യാപരിച്ചത് കൊണ്ടാണ്. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോ, വേദനയിൽ കൂടി കടന്നു പോകുമ്പോ, ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുമ്പോ, കണ്ണുനീരിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ പൈതലെ നാം പ്രിയമക്കൾ എന്നുള്ളതായ ആ ബാനറിന്റെ കീഴിലാണെങ്കിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ പകരും എന്ന് ഇന്ന് രാത്രിയിൽ ഉറയ്ക്കുന്ന ദൈവത്തിന്റെ ജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. പ്രൈസ്. അതുകൊണ്ട് ശത്രുവിനെ നാം എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. നാം കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം
തന്റെ സിംഹാസനത്തിന് മുമ്പിൽ ജാതികളെ കൂട്ടി വരുത്തും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. മഹാപീഡന കാലത്ത് യഹൂദന്മാരോട് ചെയ്ത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ആ ജാതികളെ അഥവാ രാഷ്ട്രങ്ങളെ, ജാതികൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രങ്ങളെ ചെമ്മരിയാടുകളായും കോലാടുകളായും അവരെ വേർതിരിക്കും. ഇവിടെ എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് കൺഫ്യൂഷൻ ആയി പോകുന്നതായ കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ തുടർമാനമായി എന്നെ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത കുറവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ന്യായവിധിയും അതിനുശേഷം 1000 വർഷത്തിന് ശേഷം സംഭവിപ്പാനിരിക്കുന്നതായ വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. രണ്ടും വ്യത്യസ്തങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും വെളിപ്പെടേണ്ടതായ, നാം ഇന്നിപ്പോ ഈ കാലഘട്ടത്തിലായിരിക്കുന്നു, ഇനിയും വെളിപ്പെടേണ്ടതായ 3 ന്യായാസനങ്ങളുണ്ട്. ഇനിയും വെളിപ്പെടേണ്ടതായ 3 ന്യായാസനങ്ങൾ. 4 ന്യായാസനങ്ങൾ നേരത്തെ വെളിപ്പെട്ട് കഴിഞ്ഞു. 7 ന്യായാസനങ്ങളാണ് വേദപുസ്തക ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഞാൻ വളരെ മുമ്പ് അത് 7 പറഞ്ഞത് കൊണ്ട് ഞാനത് വീണ്ടും പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആർക്കെങ്കിലും പേഴ്സണലി അറിയണമെന്ന് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇനിയും 3 വരുവാനിരിക്കുന്നതായ ആ ന്യായാസനങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ട് കൂടെ പറയുന്നത് കൊണ്ടും തെറ്റില്ല. ആദ്യം വെളിപ്പെടുവാനായിട്ട് ഏറ്റവും നിയർ ഫ്യൂച്ചറിൽ വെളിപ്പെടുവാനിരിക്കുന്നതായ ന്യായാസനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസനം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ദൈവസഭയാണ് നിൽക്കുന്നത്. പുതിയ നിയമസഭ, ഞാനും നിങ്ങളും അടങ്ങുന്നതായ പുതിയ നിയമസഭ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മുടെ റാപ്ചറിന് ശേഷം നാം ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന കാര്യം ഞാൻ നേരത്തെ വിശദമായി പറഞ്ഞു. അത് പ്രതിഫലം നമുക്ക് തരുന്നതായ ന്യായാസനമാണ്. പ്രൈസ് ദി ലോർഡ്. 5 പ്രധാനപ്പെട്ടതായ കിരീടങ്ങളെ കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ഇനിയും നിയർ ഫ്യൂച്ചറിൽ വെളിപ്പെടുവാനുള്ളതായ ന്യായാസനം ക്രിസ്തുവിന്റെ ന്യായാസനം. അത് പുതിയ നിയമസഭയ്ക്ക്, വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വേറെ ആരും ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയില്ല. പുതിയ നിയമസഭയ്ക്ക് വേണ്ടി മാത്രമുള്ളത്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് ഭൂമിയിൽ വെക്കുന്നതായ ന്യായാസനമാണ് തേജസ്സിന്റെ ന്യായാസനം. പ്രൈസ് ദി ലോർഡ്. ആ ത്രോൺ ഓഫ് ഹിസ് ഗ്ലോറി, തേജസ്സിന്റെ സിംഹാസനം, അത് വെക്കുന്നത് ദൈവജനത്തിന് വേണ്ടിയല്ല, അത് വെക്കുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയല്ല, അത് വെക്കുന്നത് ഭൂമിയിലെ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. വ്യക്തികളായി അതിന്റെ മുമ്പിൽ ന്യായവിധിയില്ല. ആ സിംഹാസനത്തിന് മുമ്പിൽ വ്യക്തികളെ വിളിക്കുകയില്ല. ആ സിംഹാസനത്തിന് മുമ്പിൽ രാജ്യങ്ങളെയാണ് വിളിക്കുന്നത്. ഓരോ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് വിളിക്കും. അവർക്ക് ഉള്ളതായ ന്യായവിധി. ആ രാജ്യത്തെ പ്രൈസ് ദി ലോർഡ് ചിലതിനെ വലതുവശത്തേക്ക് മാറ്റും, ചിലതിനെ ഇടതുവശത്തേക്ക് മാറ്റും. ചെമ്മരിയാടുകളായി ചിലതിനെയും കോലാടുകളായി ചിലതിനെയും വേർതിരിക്കും. അത് എന്താണ് മാനദണ്ഡം? അവിടെ തുറക്കപ്പെടുന്ന പുസ്തകങ്ങളില്ല, അവിടെ തുറക്കപ്പെടുന്ന വേദപുസ്തകമില്ല, അവിടെ ആരോട് സ്നാനപ്പെട്ടവൻ ചോദിക്കത്തില്ല, അവിടെ ആരോട് രക്ഷിക്കപ്പെട്ടവൻ ചോദിക്കത്തില്ല, അവിടെ ആരോടും പ്രസംഗിച്ചോ എന്ന് ചോദിക്കത്തില്ല, ഇതൊന്നും ചോദിക്കത്തില്ല. അവിടെ ചോദ്യം വരുന്നത് ഇത്രയേ ഉള്ളൂ: കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ എന്റെ ജനമായ ഇസ്രയേലിന്റെ നേരെ പീഡ വന്നപ്പോൾ, അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ, അവർക്കൊരു രാഷ്ട്രീയ അഭയം കൊടുത്തതോ, അവർക്കൊരു ഭൗതിക സപ്പോർട്ട് ചെയ്തതോ, അവരെ ഒന്ന് താങ്ങുവാനായി ശ്രമിച്ചതോ ആയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആ രാജ്യങ്ങൾ, അങ്ങനെ ഇസ്രയേലിന് അനുകൂലമായി നിന്നതായ രാജ്യങ്ങളെ വലതുവശത്തേക്ക് വേർതിരിക്കും. ഇസ്രയേലിനെ നശിപ്പിക്കുവാനും, ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുവാനും, ഇസ്രയേലിനെ ദ്വേഷിക്കുവാനും ഇടയായിട്ട് തീർന്നതായ രാജ്യം. ഈ ഇസ്രയേലിലെ സഹസ്രങ്ങളിൽ നിന്ന് ജനം ലോകത്തെമ്പാടുമായി ചിതറിക്കപ്പെടുമ്പോ ആരെങ്കിലും ഒരു യഹൂദൻ വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊടുക്കത്തക്ക രീതിയിൽ ആ യഹൂദനെ
എതിർ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചതായ രാജ്യങ്ങൾ വലതുഭാഗത്തേക്ക് നീക്കപ്പെടും. യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഉപേക്ഷിച്ചതായ രാജ്യങ്ങളെ ഇടതുവശത്തേക്ക് നീക്കും. എന്നിട്ട് സകല ജാതികളെയും കർത്താവിന്റെ മുമ്പിൽ കൂട്ടും. കർത്താവ് അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടത്തും നിർത്തി. ഞാൻ വേദത്തെ അവസാനിപ്പിക്കാം, സമയം തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് പറയുന്നത്, വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇടതുവശത്തുള്ളവര് കർത്താവ് പറയും, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറഞ്ഞ് അവരെ നിത്യ നരകത്തിലേക്ക് അവരെ തള്ളിയിടും. വലതുവശത്തേക്ക് തിരിച്ചതിനെ സഹസ്രാബ്ദ ഭൂമിയിലേക്ക്, സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് അവരെ കടത്തുവാനായിട്ടിടയാകും. അപ്പൊ സഹസ്രാബ്ദ വാഴ്ചയിൽ ഭൂമിയിൽ ആരൊക്കെ കാണുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3 കൂട്ടരെ കാണത്തുള്ളൂ. ഒന്ന്, അന്ന് ജീവിച്ചിരിക്കുന്നതായ യഹൂദ ജാതി. 2, ഭൂമിയെ ഭരിക്കുവാനായിട്ട് കർത്താവിനോടുകൂടെ വന്നതായ വിശുദ്ധ ജനമായ നാം. 3, പ്രൈസ് ദി ലോർഡ്, വേർതിരിക്കപ്പെട്ടതായ ജാതികളായ രാഷ്ട്രങ്ങൾ, വലതുവശത്തേക്ക് വേർതിരിക്കപ്പെട്ടതായ രാഷ്ട്രങ്ങൾ. ഈ 3 കൂട്ടരും ആ സഹസ്രാബ്ദ വാഴ്ചയിൽ, 1000 വർഷത്തെ സഹസ്രാബ്ദ വാഴ്ചയിൽ കാണും. അതോടുകൂടി മഹത്വ പ്രത്യക്ഷതയുടെ പ്രോഗ്രാം തീരുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയമുണ്ട് എന്ന് ചോദിക്കുവാൻ മടിക്കരുത്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.